ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമാണ് കഥാപ്രസംഗം. ഞങ്ങളുടെ കഥയുടെ പേര് അയ്യോ. എന്താ പേര്? അയ്യോ. 1 2 3 ഗോ. കഥകളല്ല, കലാകാരിയല്ല നാം, കേവലം എലിസബത്തും ചോഫി മാത്രം. ഓൾഡ് ജനോ ന്യൂ ജനോ അല്ല നാം, കേവലം 90s പിള്ളേരാണ്. കഥകളല്ല, കലാകാരിയല്ല നാം, കേവലം എലിസബത്തും ചോഫി മാത്രം. ഓൾഡ് ജനോ ന്യൂ ജനോ അല്ല നാം, കേവലം 90s പിള്ളേരാണ്. വരൂ, നമുക്കൊരു സ്ഥലത്തിലേക്ക് പോകാം. ആ സ്ഥലം ഏതായെന്ന് അറിയണ്ടേ? ആ സ്ഥലമാണ് ഏലായുടെ താഴ്വര. ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില, ഒരു പൈസ ചിലവില, കേവലം ഒരു ഭാവനയുടെ ചിറക് മതി. ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു പൈസ ചിലവില്ല, കേവലം ഒരു ഭാവനയുടെ ചിറക് മതി. ദാ അങ്ങോട്ട് നോക്കൂ, അവിടെ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ. നിങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കൂ. കഥാനായകന്റെ പേര് ദാവീദ്. ദാവീദ് എന്ന ആള് ആരാണെന്ന് പറഞ്ഞാൽ, വ്യത്യസ്തനാമൊരു ബാലനാം ദാവീദ്, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അവനൊരു ആട്ടിടയൻ, ജാതിയഹൂദൻ, ജെസിയുടെ 8ാമത്തെ പുത്രനാണീവൻ. ദാവീദാണ് ഇവന്റെ പേര്. വ്യത്യസ്തനാമൊരു ബാലനാം ദാവീദ്, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ആ, ഇതാരാ? ദാവീദിന്റെ മുൻപിൽ അതാ ഗോലിയാത്ത്. ഗോലിയാത്തിനെ കുറിച്ച് പറഞ്ഞാൽ, 6 അടി പൊക്കമുള്ള ഫിലിസ്തീയക്കാരൻ, അവനൊരു മല്ലൻ ഗോലിയാത്താണ്. തലയിൽ ഒരു താമ്രം ശിരസ്ത്രവുമുണ്ട്, താമ്രകവചവും ധരിച്ചിട്ടുണ്ട്. ഗോലിയാത്താണ് ഇവന്റെ പേര്. 6 അടി പൊക്കമുള്ള ഫിലിസ്തീയക്കാരൻ, അവനൊരു മല്ലൻ ഗോലിയാത്താണ്. ഒരു വശത്ത് ചെറുപ്പക്കാരനായ ദാവീദ്, മറുവശത്ത് 6 അടി പൊക്കമുള്ള ഫിലിസ്തീയക്കാരൻ ഗോലിയാത്ത്. ഇരുവരും കടുത്ത കോപത്തോടെ പരസ്പരം സംഭാഷണം നടന്നു. ഗോലിയാത്ത് പറഞ്ഞു, ഞാനൊരു പട്ടിയാണോ നീ എന്റെ നേരെ വടിയെടുത്തോണ്ട് വരാൻ? നീ വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷിക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കാം. അതിന് ദാവീദ് മറുപടി തരുന്നത് ഇങ്ങനെ: വാളും കുന്തവും പരിചയവുമായി നീ എന്റെ നേരെ വന്നാലും ഞാൻ അങ്ങോട്ട് ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരും. ഇന്ന് യഹോവ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ അടിച്ച് നിന്റെ തല എടുത്തു കളയും. ഞാൻ ഇന്ന് ഫിലിസ്തീയരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയും. ഈ യുദ്ധം യഹോവയുടെയാണ്. അതാ ഗോലിയാത്ത് ദാവീദിന്റെ അടുത്ത് വരുന്നത് കണ്ട് ദാവീദും അങ്ങോട്ടോടി. അപ്പോൾ ദാവീദ് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആ കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് അയ്യോ ഒരലർച്ച കേട്ടു. ഗോലിയാത്ത് നിലത്ത് വീണു. ദേ വീണ് കിടക്കുന്നു നമ്മുടെ മല്ലനായ ഗോലിയാത്ത്. 6 അടി പൊക്കമുള്ള ഫിലിസ്തീയക്കാരൻ, അവനൊരു മല്ലൻ ഗോലിയാത്തായിരുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ പാഠം: യഹോവയിലുള്ള ദാവീദിന്റെ വിശ്വാസം ശക്തനായ ഗോലിയാത്തിന്റെ മേൽ ദാവീദിന് വിജയം നേടിക്കൊടുത്തു. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ സർവശക്തനായ ദൈവത്തിലൂടെ സാധ്യമായി. നമുക്ക് ദാവീദിൽ നിന്ന് പഠിക്കാം. പാപത്തിന്മേൽ വിജയം നൽകിയ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം. അവൻ നമ്മുടെ ഒരു നല്ല ഇടയനല്ലോ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ,